കൈയടികളോടെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യുന്നു. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവേ, പാലാരൂപതയുടെ വലിയ പിതാവേ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് അവസാനിപ്പിക്കാം. നമ്മളുടെ പൊതു പ്രോഗ്രാംസ് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് വലിയ പിതാവ് 4 പ്രധാനപ്പെട്ട മേഖലകളിലൂടെ അതിശക്തമായിട്ട് നമ്മെ പഠിപ്പിച്ചു. വലിയൊരു പ്രബോധനമായിരുന്നു, ഈടുറ്റ പ്രബോധനമായിരുന്നു. വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന ഇംഗ്ലീഷ് പത്രത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട എഡിറ്റർ ഒരിക്കൽ ഇപ്രകാരം എഴുതി: "We like to listen to the present Pope Francis because he speaks like Jesus, acts like Jesus, and is like Jesus." വലിയൊരു പത്രം എഴുതാണ്. പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് ഈശോയെപ്പോലെ സംസാരിക്കുന്നു, ഈശോയെപ്പോലെ പെരുമാറുന്നു, ഈശോയെപ്പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ലോകം മുഴുവനുമുള്ള യൂത്തിന് ഇപ്പോഴത്തെ ഫ്രാൻസിസ് പിതാവിനോട് വലിയ അടുപ്പവും താല്പര്യവുമുണ്ട്. നമ്മുടെ കർദിനാൾ പിതാവും ഈ ശൈലിയാണ്. ഞങ്ങൾ ഒന്നിച്ച് പിതാവിൻ്റെ കൂട്ടത്തിൽ റോമില് ദൈവവചനത്തെക്കുറിച്ചുള്ള സിനഡിൽ പങ്കെടുക്കാൻ പോയപ്പോൾ 2ാമത്തെ ദിവസത്തെ പ്രാർത്ഥന പരിശുദ്ധ പിതാവ് ആലഞ്ചേരി പിതാവിനെയാണ് ഏൽപ്പിച്ചത്. ആ പ്രാർത്ഥന കഴിഞ്ഞ് ഇടവേളയ്ക്ക് പുറത്തിറങ്ങിയപ്പോൾ കാർഡിനൽ ഡോളൻ, അമേരിക്കക്കാരൻ, എന്നോട് പറഞ്ഞു, "നിങ്ങളുടെ മേജർ ആർച്ച് ബിഷപ്പ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന പോലെയുള്ള മനോഹരമായ ഒരു പ്രാർത്ഥനയാണല്ലോ സിനഡിൽ ചൊല്ലിയതെന്ന്." നമുക്കെന്തൊരു അഭിമാനമാണ്. കാർഡിനൽ ഡോളൻ പിതാവിൻ്റെ ആ പ്രാർത്ഥന ഒരു 6-7 മിനിറ്റ്സ് ഉള്ള പ്രാർത്ഥനയാണ്. അവിടെ അദ്ദേഹം പറഞ്ഞ കമൻ്റാണ്. അങ്ങനെ നമുക്ക് അറിയാവുന്നതുപോലെ നമ്മളുടെ സഭയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ട് പ്രവർത്തിച്ച ആളാണ് ആലഞ്ചേരി പിതാവ്. ലോകം മുഴുവനും നമുക്ക് സഭയുടെ ഭരണപരമായ ഹൈറാർക്കി കിട്ടി. അവിടെ എല്ലാം പിതാവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ആരാധനാക്രമ പുസ്തകങ്ങളെല്ലാം പിതാവിൻ്റെ കാലത്താണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ നമ്മൾ അർപ്പിക്കുന്ന മനോഹരമായ യാമപ്രാർത്ഥന, അതിലെ ഓരോ വാക്കും, ഓരോ പാട്ടും, ഓരോ പ്രാർത്ഥനയും ഞങ്ങളൊരു 10-20 പേരെ വിളിച്ച് പിതാവ് ഡിജിറ്റൽ ഫോറത്തിലിരുന്ന് മുഴുവൻ പിതാവ് തന്നെ പാടിക്കേട്ടു. ഞങ്ങൾ പാടുമ്പോൾ തെറ്റിപ്പോകുന്ന പിതാവ് തന്നെ തിരിച്ചുപാടി. അങ്ങനെ അധ്വാനിച്ച ഫലമായിട്ടാണ് നമ്മുടെ യാമപ്രാർത്ഥനയോട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിതാവിനെ കിട്ടി നമുക്ക് വലിയ സന്തോഷമായി. നമ്മുടെ സഭയുടെ തനിമ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനായിട്ട് ഏറ്റവും അധ്വാനിച്ച വ്യക്തിയാണ് ആലഞ്ചേരി പിതാവ്. ഈ സഭയുടെ ഭരണപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഭരണപരമായ സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റം വരണമോ എന്നുകൂടെ ചിന്തിച്ച് അതിനു വേണ്ട ക്രമീകരണങ്ങളെല്ലാം നിശ്ചയിച്ച് ഉറപ്പിച്ച് പിതാക്കന്മാരുടെ സമ്മതപത്രം കൂടെ വാങ്ങിച്ച് വെച്ചിരിക്കുകയായി. അത്ര ദീർഘവീക്ഷണത്തോടുകൂടി ഈ സഭ എങ്ങനെ ഭരിക്കപ്പെടണം എന്നുള്ള കാര്യം കൂടെ പിതാവിൻ്റെ ഔദ്യോഗിക കാലത്ത് നമ്മെ പഠിപ്പിച്ച് ഉറപ്പിച്ച് ബോധ്യപ്പെടുത്തി തന്നിരിക്കുന്ന സമയമായിരുന്നു. ഇതെല്ലാം സന്തോഷത്തോടുകൂടി ഞാനിവിടെ ഓർക്കുകയാണ്. അങ്ങനെ സമയ പരിമിതി മൂലം ഏതാനും ചുരുങ്ങിയ 2-3 ചിന്തകൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, യൂത്ത് നിങ്ങളുടെ ഒരു മൂവ്മെൻ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏത് കാര്യം വന്നാലും അവിടെ നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ ഒരു ശക്തിയായിട്ട് ഈ നാടുകളിലൊക്കെ രൂപതയിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. 1-2 ഉദാഹരണം പറഞ്ഞാൽ,
ആദ്യത്തെ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ, കുട്ടനാട്ടിൽ ക്ലീനിങ്ങിന് പോകാൻ മുനമ്പം വിഷയമുണ്ടായപ്പോൾ, വെള്ളിക്കുളത്ത് ഉരുളുപൊട്ടിയപ്പോൾ, അതുപോലെ കെയർ ഹോംസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി, നമ്മളുടെ കോവിഡ് മരണങ്ങൾ വന്നപ്പോൾ കോവിഡ് ഫൈറ്റേഴ്സായിട്ട് മലയാറ്റൂരിലേക്ക്, മൈലാപ്പൂരിലേക്ക് തുടങ്ങിയ അവസരങ്ങളിലെല്ലാം നിങ്ങൾ നടത്തിയ യാത്ര വേഗത്തിലായിരുന്നു, ചുരുക്കത്തിലായിരുന്നു. അങ്ങനെ നമ്മളുടെ സാന്നിധ്യം, ഈ സഭയുടെ യൂത്ത് ആരാണെന്നും എന്താണെന്നുമുള്ള വലിയൊരു സാന്നിധ്യം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ വളരെ തിടുക്കത്തിൽ പോയ ഒരാളാണ് പരിശുദ്ധ അമ്മ. വളരെ ചെറുപ്പക്കാരത്തിയായിരുന്നല്ലോ, യൂത്തായിരുന്നു. അമ്മ ഗർഭിണിയായിരുന്നപ്പോൾ തിടുക്കത്തിൽ ഇളയമ്മയുടെ പക്കലേക്ക് പോയി. പോകേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു, പോകേണ്ട കാര്യമൊന്നുമില്ലായിരുന്നപ്പോഴും അമ്മ തിടുക്കത്തിൽ നല്ലൊരു കാര്യം അറിയിക്കാനുണ്ടല്ലോ എന്ന് കരുതി ഇളയമ്മയുടെ പക്കലേക്ക് പോകുന്നതാണ്. ഒരു കൊച്ചു പെൺകുട്ടിയാണ്, 20-21 വയസ്സേ കാണുകയും ഒരു യൂത്തിൻ്റെ ഉള്ളിൽ ദൈവത്തെ കൊടുക്കാൻ എന്തോ ഉണ്ട് എന്ന് തോന്നിയപ്പോൾ അവള് നടന്ന മലകളെല്ലാം കയറി ഇറങ്ങി പോവുകയാണ്. അതാണ് യൂത്ത് മിനിസ്ട്രിയുടെ അത്യന്തികമായ സന്ദേശം. നമുക്ക് കൊടുക്കാൻ എന്തോ ഉണ്ട്, അത് കൊടുക്കാൻ വേണ്ടി ഏത് ക്ലേശകരമായ യാത്രയും നമ്മൾ നടത്തണം. അപ്പോഴാണ് ഈ യൂത്ത് എന്താണെന്നും യൂത്തിന് ആരെയാണ് കൊടുക്കാനുള്ളതെന്നും, യൂത്തിന് കൊടുക്കാനുള്ളത് വലിയപിതാവിടെ പറഞ്ഞു ഈശോയാണ്. അതിനുവേണ്ടിയാണ് അമ്മ അപ്രകാരം പോയത്. രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, യൂത്ത് സങ്കീർത്തനം 144:12 പോലെയാണ്. രാജമന്ദിരത്തിലെ അലങ്കൃതമായ തൂണ് പോലെ. തൂണ ഒടിഞ്ഞാൽ കെട്ടിടം പോയി. തൂണ ഒടിഞ്ഞു പോകാതെ എല്ലാ എഞ്ചിനീയർമാരും നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് രാജമന്ദിരത്തിലെ അലങ്കൃതമായ തൂണ് പോലെ എന്ന് പറഞ്ഞാൽ ഈ സഭ അതിൻ്റെ പൈതൃകത്തിൽ നശിച്ചു പോകാതെ, ഒടിഞ്ഞു പോകാതെ, കുഞ്ഞിപ്പോകാതെ അതിനെ താങ്ങി നിർത്തുന്ന ശക്തിയുള്ള കരങ്ങളായിട്ട് വർത്തിക്കേണ്ടത് യൂത്താണ് എന്നുള്ളൊരു ധ്വനിയാണ് ആ രാജമന്ദിരത്തിലെ തൂണുകൾ നൽകുന്നത്. നമ്മുടെ സഭയാണ്, ഈശോ വസിക്കുന്ന വീടാണ് രാജമന്ദിരം. ആ രാജമന്ദിരം താങ്ങി നിർത്താൻ, അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ഒക്കെ നമുക്കെപ്പോഴും സാധിക്കണം. മൂന്നാമതായിട്ട് യോഹന്നാൻ ശ്ലീഹായെ കുറിച്ചാണ് ഒരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈശോ തെരഞ്ഞെടുത്ത ശിഷ്യന്മാരിൽ ഏറ്റവും ചെറുപ്പക്കാരൻ യോഹന്നാനായിരുന്നു. അതിന് അർത്ഥമുണ്ടായിരുന്നല്ലോ. ചെറുപ്പക്കാരനായിരുന്നതുകൊണ്ട് ഈശോ ഉത്ഥാനം ചെയ്തു എന്ന് കേട്ടപ്പോൾ പത്രോസിന്റെ കൂട്ടത്തിൽ ഒരുമിച്ചോടി ആദ്യം കല്ലറയിൽ എത്തിയത് യോഹന്നാനാണ്. നിങ്ങൾ ആദ്യം കുട്ടനാട്ടിലും മുനമ്പത്തും എല്ലാം എത്തിയതുപോലെ ആദ്യം എത്തിയത് ചെറുപ്പക്കാരനായ യോഹന്നാനാണ്. ആ യോഹന്നാനാണ് ശ്രീവാ മരണസമയത്തും അവിടെ വിട്ടുപോകാതെ നിന്നത്. ആ യോഹന്നാനാണ് ഈശോയുടെ ഹൃദയം വായിച്ചെടുക്കാനായിട്ട് സാധിച്ചത്. വലിയ പറഞ്ഞല്ലോ, നമുക്ക് കൊടുക്കാനുണ്ടായിരിക്കണം, കൊടുക്കേണ്ടത് ഈശോയെയാണ്. നിങ്ങൾ എല്ലാവരും വലിയ പിതാവ് സൂചിപ്പിച്ചതുപോലെ ഈശോയുടെ ഹൃദയം മറ്റുള്ളവർക്ക് കൊടുക്കാൻ തക്കവണ്ണം ഹൃദയം വായിച്ചെടുക്കുകയും വേഗത്തിൽ യോഹന്നാനെ പോലെ കർത്താവിൻ്റെ കൂട്ടത്തിൽ നടക്കുകയും ചെയ്യേണ്ടതാണ്. ഹൃദയം വായിച്ചെടുക്കുന്നവനെ കൊടുക്കാനൊക്കെയുള്ളൂ. ഹൃദയപരമായ സമീപനങ്ങളുള്ളവർക്ക് മറ്റുള്ളവരെ സഹായിക്കാനൊക്കെയുള്ളൂ. അതുകൊണ്ട് യൂത്ത് കൺവെൻഷനായിട്ട് നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് കൊടുക്കാനുള്ളത് ഈ വലിയ കാര്യമാണ്. ഈശോയുടെ ഹൃദയം വായിക്കണം. ഈശോയുടെ ബുദ്ധിയിലുള്ള കാര്യം എന്തായെന്ന് നമ്മൾ ഗ്രഹിക്കണം. അത് മറ്റുള്ളവർക്ക് നൽകണം. യോഹന്നാൻ മാത്രമേ കട്ടിലിൽ കിടന്ന് മരിച്ചുള്ളൂ എന്ന് നമുക്കറിയാമല്ലോ. മറ്റു ശിഷ്യന്മാരെല്ലാം 11 പേരും ഏതെങ്കിലും വിധത്തിൽ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. യോഹന്നാൻ മരിക്കരുതെന്ന് ഈശോ ആഗ്രഹിച്ചു. അത് അവനെഴുതിയ സുവിശേഷവും ഈശോയുടെ ഹൃദയം വായിച്ചെടുത്തതുകൊണ്ടും
ആ ചിന്ത സമൂഹത്തിൽ നിന്ന് കെട്ടുപോകരുത് എന്നാണ് കർത്താവ് ഉദ്ദേശിച്ചത്. അത് പറഞ്ഞുകൊണ്ടിരിക്കണം. അവനെപ്പോലെ ഓടണം, അവനെപ്പോലെ ദൈവത്തിൻ്റെ ഹൃദയം വായിച്ചെടുക്കണം, അവനെപ്പോലെ തിരുവചനം വ്യാഖ്യാനിക്കണം. അപ്പോൾ അവൻ മരിക്കുകയില്ല, അപ്പോൾ അവന് മരണമില്ല. കാരണം ദൈവികമായ കാര്യങ്ങളാണ് അവൻ പറയുന്നതും ചെയ്യുന്നതുമെല്ലാം. എമ്മാവൂസിലേക്ക് പോയവരെ കുറിച്ച് വലിയ പിതാവ് പറഞ്ഞു. അവിടെ എന്താണ് ചെയ്തത്? അവരുടെ കൂട്ടത്തിൽ നടന്ന് അവരുടെ സങ്കടങ്ങള്, സന്തോഷങ്ങള്, അവരുടെ ഡിപ്രഷൻ ഇതെല്ലാം കേട്ടു. ആ കേൾവിയിൽ നിന്ന് ഒരു തിരുവചന വ്യാഖ്യാനം നടത്തി. അപ്പോൾ അവരുടെ കണ്ണു തുറന്നു, ഹൃദയം ജ്വലിച്ചു. ആ കേൾവിയാണ് നമ്മൾ വൈദികരും സമർപ്പിതരും എല്ലാവരും നടത്തേണ്ടത്. ഈ നാളുകളിലൊക്കെ നമ്മുടെ യൂത്ത് രൂപതാ കേന്ദ്രത്തിലും പാസ്റ്ററൽ സെന്ററിലുമൊക്കെ വന്ന് അച്ഛന്മാരെയും രാക്കന്മാരെയും ഒക്കെ വളരെ കൂടുതലായിട്ട് കേൾക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. എൻ്റെ അടുത്തും വരാറുണ്ട്. അത് നല്ലൊരു ലക്ഷണമാണ്. നിങ്ങൾക്ക് പറയാനുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പിതാക്കന്മാരുടെയും അച്ഛന്മാരുടെയും അടുത്തെല്ലാം വരുന്നത്. എമ്മാവൂസ് അനുഭവം നിങ്ങളുടെ സന്തോഷവും ദുഃഖവും പറയപ്പെടുമ്പോൾ അതിന് സഭ ഉത്തരം നൽകുന്നു എന്നതാണ്. ആ രീതിയിലും നിങ്ങളുടെ യാത്രകൾ ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അവസാനമായിട്ട് എനിക്ക് മേജർ പറയാനുള്ളത് ഒരപ്പൻ്റെ 2 മക്കളെ കുറിച്ചാണ്. അപ്പന് പ്രായമുണ്ട്, നിങ്ങൾ മക്കള് വലിയ പ്രായമായില്ല, സാമാന്യ പ്രായമൊക്കെയാണ്. അത് സ്വാഭാവികമാണ്. നമ്മുടെ വലിയപിതാവ് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ 752 തിരുപ്പട്ടം കൊടുത്തയാളാണ്. 752 തിരുപ്പട്ടം കോർഡിനേഷൻ. ലോകത്തിൽ വേറൊരു എത്രാനും അങ്ങനെ കാണുകയില്ല. പിതാവിൽ നിന്ന് പട്ടം മേടിച്ചവർ പ്രായമായി മരിച്ചുപോയ ഒത്തിരി പേരുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ ധ്വനി മനസ്സിലായല്ലോ. ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട്, പ്രായം ചെന്ന് മരിച്ചതാണ്. അതൊരു ക്രമയാണ്. അപ്പോൾ ഞാനീ പറഞ്ഞത് ഒരപ്പൻ്റെ 2 മക്കളെന്ന് പറയുന്നത് അവർ വലിയ പ്രായമൊന്നുള്ളവരുണ്ട്. അവരുടെ ഇളയവൻ പറഞ്ഞു, എനിക്ക് എൻ്റെ പ്രോപ്പർട്ടി വേണം, എനിക്ക് എൻ്റെ പ്രോപ്പർട്ടി വേണം. പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വാട്ട് ഈസ് പ്രോപ്പർ ടു എ പർട്ടിക്കുലർ പേഴ്സൺ ആണ്. വാട്ട് ഈസ് പ്രോപ്പർ ടു എ പർട്ടിക്കുലർ പേഴ്സൺ, അതിനകത്ത് വലിയ ദൈവശാസ്ത്രപരമായ അർത്ഥമുണ്ട്. അവിടെ സുവിശേഷകൻ ഉപയോഗിച്ചിരിക്കുന്ന ലൂക്കായുടെ വാക്കും ഊസിയ എന്നതാണ്. ഊസിയ പിതാവായ ദൈവത്തിൽ നിന്ന് മകനായ ഈശോ പങ്കുവയ്ക്കുന്ന ആ പ്രോപ്പർട്ടിയാണ് ഊസിയ. ഒരിക്കൽ മാത്രമേ ന്യൂ ടെസ്റ്റമെന്റ് എൻ്റെ അറിവനുസരിച്ച് ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. എൻ്റെ പ്രോപ്പർട്ടി എനിക്ക് തരിക. അത്യന്തികമായിട്ട് പിതാവിൻ്റെ പ്രോപ്പർട്ടിയാണ്, സ്വത്വമാണ് ഈശോയ്ക്ക് നൽകിയത്. അങ്ങനെ ആ ചോദ്യം, എൻ്റെ പ്രോപ്പർട്ടി തരിക, അത് സ്വത്തെല്ലാം കൊടുത്തു. പ്രോപ്പർട്ടിക്ക് മോണിറ്ററി മാറ്റേഴ്സ് എന്നുള്ള അർത്ഥമുണ്ട്. ആ സ്വത്ത് വാങ്ങിച്ച് സുവിശേഷകൻ പറയുന്നത് അദ്ദേഹം ഖോറാം മാക്രാം വിദൂരതയിലേക്ക്, ആരും കാണുകയില്ലാത്തേക്ക്, അപ്പൻ്റെ കണ്ണ് എത്താത്തടത്തേക്ക് അവൻ പോയി. ഒരു മകൻ ചെയ്ത കാര്യമാണ് അപ്പൻ്റെ കണ്ണ് എത്താത്തത്. മൂത്ത മകൻ എപ്പോഴും അപ്പൻ്റെ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഇളവൻ തിരിച്ചു വന്നു എന്നറിഞ്ഞപ്പോൾ അവന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവിടെ പരിശുദ്ധ ബെനഡിക്റ്റ് പിതാവ് ഒരിക്കൽ പറഞ്ഞു, ഈ മൂത്തവന്റെ മനസ്സും ഖോറാം മാക്രാം തന്നെയാണ്. മറ്റവൻ ദൃശ്യമായിട്ട് വിദൂരതയിലേക്ക് പോയി, കൂടെ നിന്നവൻ ഉള്ളിലേക്ക്, അവൻ്റെ ഉള്ളിലേക്ക് ചുരുങ്ങി വലിഞ്ഞ് ഉള്ളിൽ തന്നെ വലിയൊരകൽച്ച അപ്പനുമായിട്ടുണ്ടാകുകയാണ്. അതാണ് 2 മക്കള് ചെയ്ത കാര്യം. എന്നിട്ട് വിശുദ്ധ പറഞ്ഞു, അപ്പനൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, 2 പേരെയും വാരി ഉണരുക. അതാണ് അപ്പൻ. അപ്പൻ്റെ ആ ദൗത്യമാണ് സുവിശേഷകൻ ആ വലിയ നീണ്ട അധ്യായത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നതും എന്ന് നമുക്കറിയാം. ഞാൻ ഈ 3-4 ബൈബിൾ ഇൻസിഡൻസ് വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് പറഞ്ഞത്. ഇവിടെയെല്ലാം യൂത്തിനെ കുറിച്ചാണ് പറയുന്നത്. യോഹന്നാൻ ശ്ലീഹായെ കുറിച്ച്, ഒരപ്പൻ്റെ 2 മക്കള്, എമ്മാവൂസിലേക്ക് പോയവര്, കന്യകയായ മറിയം ഇളയമ്മയെ കാണാൻ വേണ്ടി പോകുന്നത്, എല്ലാം യൂത്ത് ആക്ടിവിറ്റിയാണ്. അവിടെ വരുന്ന വ്യത്യാസം ഇളകി മറിഞ്ഞ് ദൈവത്തിൻ്റെ ആഴമായ
മനസ്സിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. നമുക്ക് മറ്റ് പ്രോഗ്രാംസിൻ്റെ സമയമായതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു 10,000-ലധികം യൂത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ വഹിക്കേണ്ടത് ഈ സഭയുടെ സ്റ്റിഗ്മാകളാണ്. നസ്രാണി സഭയുടെ ആർക്കും മായ്ച്ചു കളയാൻ പറ്റാത്ത അടയാളങ്ങൾ നിങ്ങൾ വഹിക്കുമ്പോൾ ആണ് തോമാസ് ശ്ലീഹായുടെ മക്കളായി മാറുന്നത്. ഈ സഭയുടെ ശ്ലൈഹിക പൈതൃകം, അതിൻ്റെ ദൈവാരാധനക്രമം, അതിൻ്റെ ദൈവശാസ്ത്രം, അതിൻ്റെ ഡിസിപ്ലിൻ, അതിൻ്റെ സാമൂഹ്യ ബന്ധം, ഇതര മതസ്ഥരോടുള്ള ബന്ധം, സഭൈക്യപരമായ മാനങ്ങൾ, ഈ സ്റ്റിഗ്മകൾ വഹിക്കുന്നവരായിട്ട് ഈ രൂപതയിലെ യൂത്ത് എല്ലാവരും മാറണം. നിങ്ങളുടെ കാര്യങ്ങളിൽ വലിയ താല്പര്യമെടുക്കുന്നവരാണ്. പൈലാപ്പൂരിലേക്കും മദ്രാസിലേക്കും ഒക്കെ നിങ്ങൾ പോയത് ഈ അപ്പൻ്റെ സ്റ്റിഗ്മാത്ത വഹിക്കാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെ നിങ്ങൾക്ക് നല്ല അവബോധം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളിലൂടെ വലിയൊരു എക്ലിഷ്യോളജിക്കൽ റെവല്യൂഷൻ, സഭാശാസ്ത്രപരമായ ഒരു നല്ല വിപ്ലവം പാലായിക്കുണ്ടാകണം. അതുണ്ടായിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഈ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ വളരെ വൈബ്രൻ്റ് ആയി കഴിഞ്ഞു നമ്മുടെ എല്ലാ സെക്ഷനും. അതിനെ പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ കർദിനാൾ പിതാവ് വന്നതിൽ വലിയ സന്തോഷമുണ്ട്. പിതാവ് മെയ് മാസത്തിൽ നമ്മളുടെ മിഷൻ മീറ്റ് വന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ച് സുവിശേഷ വ്യാഖ്യാനം നൽകുന്നതും മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതുമെല്ലാം അറിഞ്ഞിരിക്കുന്നതാണ്. ജൂബിലിയുടെ സമാപനം ജൂലൈ 26-നാണ്. അന്ന് പിതാവ് വന്ന് കുർബാനയിൽ പങ്കെടുക്കുകയും നമ്മുടെ മീറ്റിങ്ങിൽ അധ്യക്ഷം വഹിക്കുകയും ചെയ്യും. അങ്ങനെ ഈ രൂപതയോടും നമ്മുടെ പൊതുപ്രവർത്തനങ്ങളോടും എല്ലാം പിതാവ് വലിയ താല്പര്യമാണ് കാണിക്കുന്നത്. ഈ 28-ാം തീയതിയാണ് ഈ രൂപതയിലെ സമാജന്മാരുടെ തിരുപ്പട്ടം. ഒന്നിച്ചാണ് 12 പേര് ഉത്തരാശ്രമ ദേവാലയത്തിൽ വെച്ച് ഒന്നിച്ചാണ്. പാലായിലെ വലിയ പിതാവും കൂടുന്നുണ്ട് പട്ടം കൊടുക്കാനായിട്ട്. ഒരു വലിയ ചരിത്ര സംഭവമാണ്. അതിന് ചരിത്രപിതാവിന് രാവിലെ ഒഴിവുണ്ടെങ്കിൽ പിതാവോടെ വന്നാൽ അത് വലിയൊരു ഹിസ്റ്റോറിക് ഇവൻ്റായിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. പിതാവ് അതിന് മനസ്സ് കാണിക്കും ഞാൻ കരുതുകയാണ്. നമുക്ക് കുറച്ച് നെൽപ്പിൽ 12 പേരുടെ തിരുപ്പട്ടം കൊടുത്ത് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈശോയുടെ അപ്പോസ്തലന്മാരായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. ഇതിനു വേണ്ടി വലിയ അധ്വാനങ്ങൾ നടത്തിയ കഥാനത്തച്ഛന്, നമ്മുടെ മണിച്ചന്, എഡിവിന്, നിങ്ങളുടെ വലിയൊരു ടീമുണ്ട്. ഞാനതിലേക്ക് പോകുന്നില്ല, നമ്മുടെ സമയം പോകും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നടത്തിയ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. പരിശുദ്ധ അൽഫോൻസാമ്മയ്ക്ക് സമർപ്പിക്കുന്നു എൻ്റെ വാക്കുകൾ.